പ്രിയ സഹോദരരെ, കഥാവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഒരിക്കൽ കൂടി ദൈവമായ കർത്താവിൻ്റെ വചനങ്ങൾ പഠിക്കുവാനും ധ്യാനിക്കുവാനും ജനങ്ങൾക്ക് അത് ബോധ്യത്തിലേക്ക് തരുവാനും ദൈവത്തിൻ്റെ ആത്മാവ് അനുവദിച്ചിരിക്കുന്നു. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നമ്മെല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നാളെ മുതൽ, ഇന്ന് പള്ളിയിലെ സർക്കുലർ വായിച്ചു പറഞ്ഞ് ഇന്ന് രാത്രി 12 മണി മുതൽ നമ്മൾ നോമ്പിലേക്ക് പ്രവേശിക്കണം, അർദ്ധരാത്രി മുതൽ എന്ന് പറഞ്ഞു. അതൊക്കെ ഞങ്ങൾ കേട്ടു. യേശുവേ, വായിച്ച വചനങ്ങളൊക്കെ, വായിച്ച കാര്യങ്ങളൊക്കെ ഞങ്ങൾ കേട്ടു. അതുപോലെ തന്നെ ഇന്ന് ഈ ഉപവാസത്തെ സംബന്ധിക്കുന്ന പഴയ നിയമ ഗ്രന്ഥത്തിൽ നിന്ന് വായിച്ചത് യേശയ്യാപ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ തിരുവചനം മുതൽ ഉള്ള വചനമാണ്. യഥാർത്ഥമായ ഉപവാസം എന്താണ്, അല്ലെങ്കിൽ യഥാർത്ഥമായ നോമ്പുകൾ എന്താണ് എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയുണ്ടായി. അത് വായിച്ചപ്പോൾ ഇങ്ങനെയാണ് വായിച്ച് കേട്ടത്. ഇങ്ങനെയാണ്: ഒരു ദിവസത്തേക്ക് ഒരുവനെ എളിമപ്പെടുത്തുന്ന ഉപവാസം, ഞാങ്ങണ പോലെ തല കുനിക്കുന്നതും ചാക്ക് വിരിച്ച് ചാരും വിതറി കിടക്കുന്നതുമാണോ അത്? ഇതിനെയാണോ നിങ്ങൾ ഉപവാസമെന്നും കർത്താവിന് സ്വീകാര്യമായ ദിവസമെന്നും വിളിക്കുക? ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുകത്തിൻ്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ നുകങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന യഥാർത്ഥ ഉപവാസം? ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുക. എന്താണ് ഉപവാസം? ഈ ഉപവാസം എന്നതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് അർത്ഥമാക്കുന്നത് എന്താണ് എന്ന് പഴയ നിയമ ഗ്രന്ഥത്തിൽ യേശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അത് ഇന്ന് 2025 വചനത്തിൻ്റെ അർത്ഥവ്യാഖ്യാനം എടുക്കുമ്പോൾ അതിൽ നിന്ന് അന്നത്തെ കാലഘട്ടത്തിൽ നിന്നും ഏതാണ്ട് 3000 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്നത്തെ അർത്ഥം നമ്മൾ എടുക്കുന്നത്. ഇന്നത്തെ അർത്ഥം എടുക്കുമ്പോൾ അതിൻ്റെ കൂടുതൽ വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം ഏതാണെന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ഈ ദുഷ്ടതയുടെ കെട്ട് എന്താണെന്നാണല്ലോ നമ്മൾ അറിയേണ്ടത്. അപ്പോൾ എന്താണ് ദുഷ്ടത എന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് ദുഷ്ടത കെട്ടുകൾ പൊട്ടിക്കാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ ദുഷ്ടത കെട്ടുകൾ പൊട്ടിക്കാൻ പറ്റുമോ? അത് എന്താണ് ദുഷ്ടത എന്ന് വളരെ വ്യക്തമായി, വളരെ സ്പഷ്ടമായി കേൾക്കുന്ന വ്യക്തിക്കും വായിക്കുന്ന വ്യക്തിക്കും മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ഉൾബോധ്യം നൽകുകയും ചെയ്യുന്നതായ ഒരു വചനം സക്കറിയ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് തുടങ്ങിയാലേ, അതിൻ്റെ അടിസ്ഥാന വേരിൽ നിന്ന് തുടങ്ങിയാലേ അതിൻ്റെ ആ വൃക്ഷത്തിൻ്റെ പൂവിനെക്കുറിച്ചും കായെക്കുറിച്ചും അതിൻ്റെ ആ ഫലത്തെക്കുറിച്ചും മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അത് ഇപ്രകാരമാണ്: എന്നോട് സംസാരിച്ച ദൂതൻ മുമ്പോട്ട് വന്ന് ഈ പോകുന്നത് എന്താണെന്ന് നോക്കുക എന്ന് എന്നോട് പറഞ്ഞു. എന്താണത്? ഞാൻ ചോദിച്ചു. അവൻ പറഞ്ഞു, ചലിക്കുന്ന ഏഫ ആണ് അത്. ദേശത്ത് നിറഞ്ഞു നിൽക്കുന്ന അവളുടെ അകൃത്യമാണത്. ഏഫായുടെ ഈയം കൊണ്ടുള്ള മൂടി പൊക്കി അതിനുള്ളിൽ ഒരു സ്ത്രീ ഇരിക്കുന്നു. അവൻ പറഞ്ഞു, ഇവളാണ് ദുഷ്ടത. അവൻ അവളെ ഏഫായുടെ ഉള്ളിലേക്ക് തള്ളി ഈയം കൊണ്ടുള്ള മൂടി അടച്ചു. ഞാൻ വീണ്ടും നോക്കി, അത് 2 സ്ത്രീകൾ പറന്നു വരുന്നു. അവർക്ക് കൊക്കിൻ്റേതുപോലുള്ള ചെറുകൾ ഉണ്ടായിരുന്നു. അവൻ ഏഫായെ ആകാശത്തിലേക്ക് ഉയർത്തി. അവൻ ഏഫായെ എവിടെ കൊണ്ടുപോകുന്നു? ഞാൻ ദൂതനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ഷീനാർ ദേശത്ത് അതിനൊരു ആലയം പണിയാൻ പോകുന്നു. അത് പൂർത്തിയാകുമ്പോൾ ഏഫായെ അവിടെ പീഠത്തിൽ പ്രതിഷ്ഠിക്കും. പ്രിയപ്പെട്ടവരെ, ഇതിനകത്ത് ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഭാഷയിലാണ് പറയുന്നത്. അന്നത്തെ ഭാഷയിൽ അതിൻ്റെ അർത്ഥം വേറെയാണ്. ആ അർത്ഥം വചനം ഒന്ന് തന്നെ, അതിൻ്റെ പ്രതീകാത്മാർത്ഥം ഒന്ന് തന്നെ. അന്ന് ആ സംഭവത്തെ നമുക്കറിയാം. ഏഫായുടെ നമുക്കൊരു പഴയ കാലത്ത്, ഈ മൊബൈൽ ഫോൺ ആദ്യമായിട്ട് ഇറങ്ങിയ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അറിയാമോ ഇല്ലെന്ന് ഓർക്കുന്നില്ല, നിങ്ങൾ ഓർക്കുന്നവർ പലരും ഉണ്ടാവും. അന്ന് ഈ മൊബൈൽ ഫോണിൻ്റെ ഇതുകൂട്ട് മൊബൈൽ ഫോണല്ല, അതിൻ്റെ പ്ലാസ്റ്റിക് കേസല്ല, അതിൻ്റെ ചെറിയ മൊബൈൽ ഫോണാണ്. നോക്കിയയുടെയൊക്കെ ചെറിയ മൊബൈൽ ഫോണാണ്. അതിൻ്റെ പുറകുവശം ഈയം കൊണ്ടുള്ളൊരു മൂടിയാണ്, പ്ലാസ്റ്റിക് അല്ല, വെളുത്തിട്ട് ഈയം കൊണ്ടുള്ള ഒരു മെറ്റൽ കവറാണ്. അതിങ്ങനെ അഴിച്ചെടുത്തിട്ട് ബാറ്ററി ഒക്കെ ഇടാം. അപ്പോൾ ആ കഥ പറയാണ്, ദൂതനും ദൈവവും തമ്മിലുള്ള സംഭാഷണമാണ്. അങ്ങനെ ആ മൊബൈൽ ഫോണിൻ്റെ പുറവശത്തെ അയ്യം കൊണ്ടുള്ള മൂടി എടുത്ത് നോക്കുമ്പോൾ ആ ദൂതൻ നോക്കുമ്പോൾ ഇതിനകത്തൊരു ദുഷ്ടത ഇരിക്കുന്നു. ഇവളാണ് ദുഷ്ടത. അത് ചലിക്കുന്ന ഏഫാണ്. ഏഫായുടെ ഈയം കൊണ്ടുള്ള മൂടി പൊക്കി അതിനുള്ളിലൊരു സ്ത്രീ ഇരിക്കുന്നു. അപ്പോൾ ആ മൊബൈൽ ഫോണിൻ്റെ ആ കവറിങ് എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ അതിനകത്ത് കാണുന്ന ഒരു സ്ത്രീയാണ് ഇരിക്കുന്നത്. ആ സ്ത്രീയുടെ പേരാണ് ദുഷ്ടത. ആ ദുഷ്ടത എന്ന് പറയുന്നത് എന്താണ്?
ആ ദുഷ്ടത എന്ന് പറയുന്ന ആ സംഭവം ഈ മൊബൈൽ ഫോണിനകത്താണ് ഇരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? ദൂതന് മനസ്സിലായി, ഇത് സക്രേപ്രവന് മനസ്സിലായി ഇത് ശരിയാണ്, ഇത് ദൂതൻ പറഞ്ഞ കറക്റ്റാണ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഈയം കൊണ്ടുള്ള മൂടി അങ്ങോട്ട് തന്നെ അടച്ചു, അതിനകത്തേക്ക് തന്നെ വെച്ചു. ആ സ്ത്രീ അവിടെ നേരത്തെ കളഞ്ഞാൽ അവിടെ തന്നെ വെച്ചു. എന്നിട്ട് പറഞ്ഞു, അത് അതിനുള്ള സ്ത്രീ ഇരിക്കുന്നു. അവൻ പറഞ്ഞു, ഇവളാണ് ദുഷ്ടത. അവൻ അവളെ ഏഫായുടെ ഉള്ളിലേക്ക് തള്ളി അവിടെ തന്നെ വെച്ചു, ഈയം കൊണ്ടുള്ള മൂടി അടച്ചു. ഞാൻ വീണ്ടും നോക്കി, അത് 2 സ്ത്രീകൾ പറന്നു വരുന്നു. അപ്പോൾ ഇവന് അത് ദൂത മുകളിൽ നോക്കുമ്പോൾ താഴെ ഭൂമിയിൽ നിന്ന് 2 സ്ത്രീകൾ പറന്നു വരും. സ്ത്രീകളുടെ മുഖം പോലെ, കൊക്കിൻ്റെ മുഖം പോലെ വെളുത്തുരുണ്ട് സൗന്ദര്യമുള്ള 2 അതാണ് ഇന്നത്തെ നമ്മൾ ഇത് നോക്കുമ്പോൾ ബഹിരാകാശ റോക്കറ്റുകൾ. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും 2 കൊക്കിൻ്റെ പോലെ ഉണ്ട്, നടുക്ക് വലിയൊരു കൊക്ക് പോലെ സാധനം ഉണ്ടാവും. അതിങ്ങനെ പറന്ന് മേലേക്ക് വരികയാണ്, ഇൻ്റർനെറ്റ് സംവിധാനങ്ങളുടെ മേലേക്ക് കടന്നു പോവാണ്, ഉള്ളിലേക്ക് പറന്നു. അവർക്ക് കൊക്കിൻ്റെ പോലുള്ള ചെറുകളുണ്ടായിരുന്നു. അവൻ ഏഫായ ആകാശത്തിലേക്ക് ഉയർത്തി. അപ്പോൾ ഏഫ എന്ന് പറഞ്ഞ വാക്കിനർത്ഥം ഒരു നിശ്ചിത അളവ് വ്യാപ്തം ഉള്ളൊരു വസ്തു. അത് മൊബൈൽ ഫോണാണെങ്കിൽ ഒരു നിശ്ചിത കനം നീളം വീതിയുണ്ട്, റോക്കറ്റുകളാണെങ്കിൽ നിശ്ചിത കനം വീതി ഉയരമുണ്ട്, അങ്ങനെ ബഹിരാകാശത്തേക്ക് പോവുക. അങ്ങനെ നിശ്ചിത അങ്ങനെ ഏഫ, അങ്ങനെ ഇതിനെ ആകാശത്തിലേക്ക് ഉയർത്തി. അവൻ ഏഫായെ എവിടെ കൊണ്ടുപോകുന്നു ചോദിച്ചു. അപ്പോൾ ദൂതൻ പറഞ്ഞു, ഷീനാർ ദേശത്ത് ബഹിരാകാശ ദേശത്ത് ഒരു ആലയം പണിയാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ബഹിരാകാശത്തെ ഒരു ഉപഗ്രഹം അവിടെ സ്ഥാപിക്കാൻ പോകുന്നു. ആ ആലയം അവിടെ അവിടെ പണി പൂർത്തിയാകുമ്പോൾ ഏഫായെ അവിടെ പീഠത്തിൽ പ്രതിഷ്ഠിക്കും. അപ്പോൾ ഏഫ എന്ന് പറയുന്ന സാധാരണ ബഹിരാകാശത്തേക്ക് പ്രതിഷ്ഠിക്കും. അതങ്ങനെ ശാന്തമായിട്ട് അവിടെ അതിൽ നിന്നാണ് നമുക്ക് ഉപഗ്രഹത്തിൽ നിന്നാണ് നമുക്ക് ഈ വാർത്താ സംവിധാനങ്ങളൊക്കെ ഇങ്ങോട്ട് വരുന്നത്. ഭൂമിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന എല്ലാം ബഹിരാകാശത്ത് റിസീവർ പിടിച്ചെടുക്കും, അത് ഇങ്ങോട്ട് ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് ട്രാൻസിസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ സംവിധാനത്തെ കഥ. അപ്പോൾ അവിടെ എന്താണ് പ്രശ്നം? അപ്പോൾ അവിടെ ആ സാധനത്തെ അവിടെ പ്രതീക്ഷിച്ചിരിക്കണം. അപ്പോൾ നമ്മളിൽ ഇരിക്കുന്ന മൊബൈൽ ഫോൺ തുറന്നു നോക്കും, ആദ്യം നമ്മൾ കാണുന്നത് എന്താണ്? ഒരു സ്ത്രീയുടെ പടമേ നമുക്ക് കാണാനുള്ളൂ. മൊബൈൽ ഫോൺ ആദ്യം തുറന്നു നോക്കിയാൽ, ടെലിവിഷൻ ആദ്യം തുറന്നാൽ ആദ്യം സ്ത്രീയാണ്. പരസ്യമായിട്ട്, സിനിമയായിട്ട്, സീരിയലായിട്ട്, അതിൻ്റെ സംഭാഷണങ്ങളായിട്ട്, അതിൻ്റെ പ്രവൃത്തിയായിട്ട്, സ്ത്രീയും തമ്മിലുള്ള സംഭാഷണങ്ങൾ, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സംഭാഷണങ്ങൾ എവിടെയെടുത്താണ് സ്ത്രീ. അത് അതിന് സ്ത്രീയുടെ ഡ്രസ്സ് സംവിധാനങ്ങൾ, സൗന്ദര്യ സംവിധാനങ്ങൾ, ശരീര പ്രദർശനങ്ങൾ, ശരീരത്തിൻ്റെ ഭാഗങ്ങൾ കാണാവുന്ന രീതിയിലുള്ള സംവിധാനം, അങ്ങനെ എല്ലാം കൊണ്ടും എല്ലാം സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അതോടനുബന്ധിച്ചാണ് ബാക്കി പുരുഷന്മാരുടെ കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഇവളാണ് ദുഷ്ടത. അപ്പോൾ അതിനെന്തിനാ സ്ത്രീയെ കാണുന്നതിന് ദുഷ്ടതയുണ്ടോ? അതൊരു ന്യായമായ ചോദ്യമല്ലേ? അപ്പോൾ പ്രിയപ്പെട്ട സ്ത്രീകളെ കണ്ടാൽ എന്താണ് പ്രശ്നം? ദൈവം അർത്ഥമാക്കുന്ന ദുഷ്ടത ഇതല്ല. ആ ദുഷ്ടത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം, ഇന്ന് നമുക്ക് ഈ കഴിഞ്ഞ പ്രാവശ്യങ്ങളൊക്കെ നമ്മൾ വാർത്തയിൽ കാണുന്ന കാര്യം എന്താണ്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ചർച്ച തീർന്നിട്ടില്ല, നമ്മൾ വാർത്ത കണ്ടിട്ടില്ല. 3 സ്ത്രീകൾ, 2 പെൺകുഞ്ഞുങ്ങളും ഒരു അമ്മയും ആത്മഹത്യ ചെയ്ത സംഭവം നമ്മൾ കണ്ടു. ഇന്ന് കേരളത്തിൽ ലോകത്ത് മുഴുവൻ ചർച്ചയാണത്. എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു? അതിൻ്റെ പിന്നിൽ ഒരു സ്ത്രീയാണ് ദുഷ്ടത എന്ന് പറയുമ്പോൾ ആ സ്ത്രീയുടെ ഭർത്താവ് ഇവരെ പീഡിപ്പിച്ചു എന്നർത്ഥം. അതാണ് എൻ്റെ കാരണം പറഞ്ഞത്. ആ ഭാര്യയുടെ, ആ 2 കുഞ്ഞുങ്ങളുടെയും ആ ഭാര്യയുടെയും മക്കളുടെ അപ്പൻ, ഭാര്യയുടെ ഭർത്താവ് ഇവരെ പീഡിപ്പിക്കുന്നു. അപ്പോൾ പീഡിപ്പിക്കണമെങ്കിൽ എന്തുകൊണ്ട് പീഡിപ്പിക്കണം? ഈ സ്ത്രീയേക്കാൾ സൗന്ദര്യമോ സമ്പത്തോ അറിവോ കഴിവോ ഒക്കെ ഉള്ള മറ്റൊരു സ്ത്രീ, അതായത് അതിൻ്റെ അർത്ഥം കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ഉപയോഗിച്ച് അശ്ലീലങ്ങൾ കാണുക, സംഭാഷണങ്ങൾ കേൾക്കുക, അശുദ്ധി ഹൃദയത്തിൽ നിറയ്ക്കുക. ആ അശുദ്ധിയുടെ ബഹിർസ്ഫുരണമാണ് ദുഷ്ടത. ആ ദുഷ്ടത ഉപയോഗിച്ചെന്ന് പറയും, മറ്റൊരു സ്ത്രീയുടെ സൗന്ദര്യമോ സമ്പത്തോ സൗന്ദര്യമോ സംഭാഷണങ്ങളോ ആകൃതിയോ കളറോ ചലനങ്ങളോ ഒക്കെ ഇഷ്ടമായി വരുമ്പോൾ അതാണ് ഹൃദയം. അപ്പോൾ സ്വന്തം ഭാര്യ എന്തായി മാറും? അശുദ്ധി നിറഞ്ഞ സ്ത്രീയായിട്ട് മാറും. അപ്പോൾ സ്വന്തം ഭാര്യയെ കാണത്തില്ല, സ്വന്തം മക്കളെ കാണത്തില്ല. അങ്ങനെ വരുമ്പോൾ പീഡിപ്പിക്കും. ഈ പീഡനം ദുഷ്ടതയായിട്ട് വരും. ആ പീഡനത്തിൻ്റെ ഫലമായിട്ട് ചില വ്യക്തികൾ ഭാര്യമാരെ കൊല്ലുന്നു, ചിലയിടത്ത് ബലാത്സംഗം ചെയ്യുന്നു, മക്കളെ ഉപേക്ഷിക്കുന്നു, ഡൈവോഴ്സ് ചെയ്യുന്നു. ഭാര്യ ജീവിച്ചിരിക്കുക തന്നെ ഡൈവോഴ്സ് ചെയ്യാൻ തന്നെ മറ്റൊരു സ്ത്രീയുടെ കൂടെ പോകുന്നു. അത് വലിയ കുടുംബ കലഹത്തിനിടയാകുന്നു. അത് വലിയ കേസുകളായിട്ട് മാറുന്നു. അതിൻ്റെ പരിണിതഫലമായിട്ട് 2 കുടുംബക്കാർ തമ്മിലുള്ള വലിയ സംഘടനകൾ ഉണ്ടാകുന്നു. അത് വലിയ കേസിലേക്ക് പോകുന്നു. അതിൻ്റെ പേര് കൊലപാതകം ഉണ്ടാകുന്നു. അതിൻ്റെ പേര് കേസ് നടക്കുന്നു. ഇങ്ങനെ നിരവധിയായ പ്രശ്നം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഇവളാണ് ദുഷ്ടത. ഈ ദുഷ്ടതയാണ് ഇന്ന് ലോകത്തെ മുഴുവൻ നശിപ്പിക്കുന്നത്. ആ നാശത്തിൻ്റെ ഫലമായിട്ട് എന്താണ് സംഭവിക്കുക? ആ ദുഷ്ടത ലോകത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ ശരിയായ രീതിയിലുള്ളൊരു കുടുംബജീവിതമോ സ്നേഹമോ സന്തോഷമോ ദൈവകൃപയോ ദൈവിക സാമീപ്യമോ ദൈവസ്നേഹമോ അല്ല. അപ്പോൾ കർത്താവ് പറയുന്നത് ഈ ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുന്നത്. ഇനി ഏശയ്യാ പറയുന്ന പുസ്തകത്തിലേക്ക് വരാം. ഏശയ്യാ പറയുന്ന പുസ്തകം 58-ാം അധ്യായം അതിൻ്റെ 6-ാം തിരുവചനം കർത്താവ് പറയാണ്. എന്നാണ് ശരിയാ പറയുന്നത്? കർത്താവ് പറയാണ്, വളരെ വ്യക്തമായിട്ട് പറയുന്നത്,
ഉപവസിക്കുമ്പോൾ നിങ്ങൾ സ്വന്തം സുഖമാണ് തേടുന്നത്. സ്വന്തം സുഖമാണ്. നിങ്ങളുടെ വേലക്കാരെ നിങ്ങൾ പീഡിപ്പിക്കുന്നു. കലഹിക്കുന്നതിനും ശണ്ട കൂടുന്നതിനും ക്രൂരമായ മുഷ്ടി കൊണ്ട് ഇടിക്കുന്നതിനും മാത്രമാണ് നിങ്ങൾ ഉപവസിക്കുന്നത്. അപ്പോൾ എന്താണ് സംഭവം? ഈ ഈ പിന്നെ ഭർത്താവ് പറയും, അല്ല ഭാര്യ പറയും, നമുക്ക് 25 അല്ല 50 നോമ്പല്ലേ, 50 ദിവസം നമുക്ക് പിന്നെ ടെലിവിഷൻ ഒന്നും ഓണാക്കണ്ട, അത് നമുക്ക് ഉപേക്ഷിക്കാം 50 ദിവസം. അപ്പോൾ ഭർത്താവ് പറയും, എനിക്ക് ടെലിവിഷൻ കാണണം, നിനക്ക് കാണണമെങ്കിൽ കാണണ്ട, എനിക്ക് കാണണം. അപ്പോൾ പറയുന്നത് നോമ്പല്ലേ, നോമ്പ് കാലത്തൊക്കെ ഉപേക്ഷിക്കേണ്ടതല്ലേ, നമ്മൾ ഈ സിനിമയും കണ്ടിങ്ങനെ ഇരുന്നാൽ മതിയോ, കാണുന്ന പെണ്ണുങ്ങളുടെ മുഖത്തെല്ലാം നോക്കി ഇങ്ങനെ നേരം വെളുക്കോളം വൈകിട്ട് വരെ ഇങ്ങനെ ഇരുന്നാൽ മതിയോ, ഇതൊക്കെ ശരിയാണോ എന്ന് ചോദിക്കും. ആരടി എന്തൊരു ചോദിച്ചുകൊണ്ട് ഈ ഭർത്താവ് മുഷ്ടി കൊണ്ട് ഇടിക്കാൻ വേണ്ടി ചെയ്യും. പറഞ്ഞ കേട്ടില്ലെങ്കിൽ അപ്പടി ഇപ്പിടിയും പറഞ്ഞ് ചെല്ലുന്നൊരവസ്ഥ. അപ്പം അവിടെ ഈ സ്ത്രീയുടെ സൗന്ദര്യത്തെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന സംവിധാനം 1 മണിക്കൂർ 2 മണിക്കൂർ 1 ദിവസമോ 50 ദിവസമോ മാറ്റിവെക്കാൻ എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ എന്നിലെ ദുഷ്ടത പുറത്തേക്ക് ചാടുകയാണ്. അത് ഭാര്യയാവാം, ഭർത്താവാകാം. അപ്പോൾ കർത്താവ് പറയാണ്, നിങ്ങളുടെ സ്വരം ക്രൂരമായ മുഷ്ടി ഇടിക്കുന്നതിന് മാത്രമാണ് നിങ്ങൾ ഉപവസിക്കുന്നത്. നിങ്ങളുടെ സ്വരം ഉന്നതത്തിലെത്താൻ ഇത്തരം ഉപവാസം ഉപകരിക്കുകയില്ല. ഇത്ര ഉപവാസമാണോ ഞാൻ ആഗ്രഹിക്കുന്നത്? ഒരു ദിവസത്തേക്ക് ഒരുവനെ എളിമപ്പെടുത്തുന്ന ഉപവാസം, ഞാങ്ങളെ പോലെ തല ഉനിക്കുന്നതും ചാക്ക് പിരിച്ച് ചാരവും വിതറി കിടക്കുന്നതും ആണോ അത്? ഒരു ഇപ്പം നമുക്ക് അറിയാം, നമ്മുടെ ദേവാലയങ്ങളിലൊക്കെ ഈ ചാരം പൂശുന്നൊരു സ്വഭാവമുണ്ട്. പിന്നെ ചാരം പൂശിയുള്ള തിരുനാൾ, അതിന് വിഭൂതി തിരുനാൾ എന്നൊക്കെ പറയും. അപ്പോൾ അച്ഛൻ നമ്മുടെ നെറ്റിയിൽ ഇങ്ങനെ ചാരം അപ്പോൾ നമ്മൾ കുനിഞ്ഞു കൊടുക്കും. ഒരു ദിവസത്തേന് കുനിഞ്ഞു കൊടുത്ത് ചാരം പൂശുന്ന ഒരു എളിമ, അതാണോ യഥാർത്ഥ ഉപവാസം? കർത്താവ് ചോദിക്കുകയാണ്. ഞങ്ങളെ പോലെ തല തിരിച്ച് ചാരം എതിരി കിടക്കുന്നതും ആണോ ഉപവാസം? ഇതിനെയാണോ നിങ്ങൾ ഉപവാസം എന്നും കർത്താവിന് സ്വീകാര്യമായ ദിവസമെന്നും വിളിക്കുക? ഇതാണോ കർത്താവിന് സ്വീകാര്യമായ ദിവസം വിളിക്കുക? ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുഖത്തിൻ്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ നുഖവും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം. അത് വലിയൊരു കടുപ്പുള്ള കെട്ടി, അത് 1 മണിക്കൂറിനെങ്കിലും ക്ലാസ് ആയിട്ട് വരും. അതിനകത്ത് ഒരു വചനം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. പറഞ്ഞു, ഇതാണ് ദുഷ്ടത കിട്ടുക. അതിന് പച്ച ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകുന്ന രീതി പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, രാത്രി ആയിക്കഴിഞ്ഞാൽ ഭർത്താവ് മൊബൈൽ ഫോൺ എടുത്ത് ഭർത്താവിൻ്റെ മുറിയിലേക്ക് പോകും, ഭാര്യ മൊബൈൽ ഫോൺ എടുത്ത് ഭാര്യയുടെ മൊബൈലിലേക്ക് പോകും, മക്കളും മൊബൈൽ ഫോൺ എടുത്ത് മക്കളുടെ മൊബൈലിലേക്ക് പോകും, വാതിലടച്ച് കുറ്റിയിടും. പിന്നെ എന്താ കാണുന്നത്? ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് എന്തൊക്കെയാണ് കാണുന്നത്, എന്തൊക്കെയാണ് സംസാരിക്കുക, എന്തൊക്കെയാണ് ചാറ്റ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ചിത്രങ്ങൾ കാണുന്നത്, അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഞാൻ പറയാതെ തന്നെ നിങ്ങൾ മനസ്സിൽ ഊഹിച്ചാൽ മതി. അപ്പോൾ അവിടെ ദുഷ്ടതയെ കാണുന്നു, അശുദ്ധിയെ കാണുന്നു, അശുദ്ധിയുടെ സംഭാഷണം കേൾക്കുന്നു. അതുകൊണ്ടാണ് വെളിപാടിൻ്റെ പുസ്തകം 13-ാം അധ്യായം, അവിടെ ഒരു വചനം വന്നിട്ടുണ്ട്. ഏതാണ് ആ വചനം വന്നിരിക്കുന്നത്? വെളിപാട് 13-ാം അധ്യായത്തിൽ കർത്താവ് ഒരു വളരെ വ്യക്തമായൊരു സംഗതി പറഞ്ഞിട്ടുണ്ട്. അതിപ്രകാരമാണ്. എന്താണ്? വെളിപാടിൻ്റെ പുസ്തകം 13-ാം അധ്യായം 12-ാം തിരുവചനം, 11-ാം തിരുവചനം. ഭൂമിക്കടിയിൽ നിന്ന് കയറി വരുന്ന വേറൊരു മൃഗത്തെ ഞാൻ കണ്ടു. അതിന് കുഞ്ഞാടിൻ്റേതുപോലുള്ള 2 കൊമ്പുകളുണ്ടായിരുന്നു. അത് സർപ്പത്തെ പോലെ സംസാരിച്ചു. അത് സർപ്പത്തിൻ്റെ സംസാരം, അശുദ്ധിയുടെ സംസാരം, മ്ലേച്ഛതയുടെ സംസാരം, മാലിന്യത്തിൻ്റെ സംസാരം, അതിൻ്റെ ചിത്രങ്ങൾ, അതിൻ്റെ ചലനങ്ങൾ, അതിൻ്റെ നിറങ്ങൾ, കളറുകൾ, സ്വരങ്ങൾ എല്ലാം ഇന്ന് കാണുകയാണ്. സർപ്പത്തിൻ്റെ സംസാരത്തെ കാണുക, അശുദ്ധിയെക്കുറിച്ച്. സർപ്പം എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരാളെ വ്യഭിചാരത്തിൻ്റെ സിമ്പൽ രൂപമാണ് സർപ്പം എന്ന് പറയുന്നത്. അപ്പോൾ സർപ്പത്തിൻ്റെ സിമ്പൽ രൂപം ഉപയോഗിച്ച് നമ്മൾ എന്താ കാണുന്നത്? അതിനുള്ള ആസക്തിയുള്ള നമ്മുടെ ജഡത്തിൻ്റെ ആസക്തിയെ ഉത്തേജിപ്പിക്കുന്ന രീതിയിലുള്ള എല്ലാ സംഭവങ്ങളെ രഹസ്യമായിട്ട് കാണും. അത് കർത്താവ് പറയുന്നത്, അവളാണ് ദുഷ്ടത. ഇതാണ് ഹൃദയത്തിൽ കൂടിയിരിക്കുന്ന എൻ്റെ ദുഷ്ടത. ആ ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുക. അതുകൊണ്ടാണ് യേശയ്യാപ്രവചന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, യേശയ്യാപ്രവചന പുസ്തകം, ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും. അപ്പം സ്വന്തം ഭാര്യയോട് ദുഷ്ടത പ്രവർത്തിക്കാൻ എനിക്ക് തോന്നണമെങ്കിൽ ഞാൻ മറ്റേതോ അശുദ്ധിയുടെ ബന്ധനത്തിൽ അകപ്പെട്ടു പോയ എന്നിൽ കിടക്കുന്ന ദുഷ്ടത ഞാൻ എൻ്റെ ഭാര്യയുടെ നേരെ പ്രയോഗിക്കുകയാണ്. ഞാൻ അവളെ ചീത്ത വിളിക്കുന്നു, തെറി പറയുന്നു, ഉപദ്രവിക്കുന്നു, ഇടിക്കുന്നു, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. അവൾക്ക് സ്വസ്ഥതയോ സമാധാനമോ കൊടുക്കുന്നില്ല. ചില ഭാര്യമാരുണ്ട്, അതും എനിക്കറിയാം. എന്നെ വിളിച്ച ചില കേസുകളൊക്കെ, പ്രിയപ്പെട്ടവരെ, വളരെ രസകരമാണ്. അതായത് രസകരം എന്ന് പറയുമ്പോൾ വേദനാജനകമാണ്. സ്വന്തം ഭാര്യ ഇതുപോലെ ഭർത്താവിനെ പീഡിപ്പിക്കുന്ന കേസുകൾ എനിക്കറിയാം. അന്ന് ഭാര്യ പറഞ്ഞിരിക്കുകയാണ്, ഞാനൊരു കോൾ ചെയ്താൽ, പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ ചെയ്താൽ നിങ്ങൾ അപ്പോൾ തന്നെ തൂക്കിയെടുത്ത് നിങ്ങളെ കൊണ്ട് ജയിലടയ്ക്കും. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ച് നിന്നില്ലെങ്കിൽ, ഞാൻ പറയുന്നതിന് വിരുദ്ധമായി നിങ്ങൾ എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് നിങ്ങളെ വിളിച്ചാൽ നിങ്ങളെ തൂക്കിയെടുത്തുകൊണ്ട് പോലീസ് സ്റ്റേഷനാക്കും, കോടതി നിങ്ങളെ ജയിലടയ്ക്കും. അപ്പോൾ അവളെ എന്നെ ഉപദ്രവിച്ചു, അല്ലെ ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞു കൊടുത്താൽ മതി. അത് ഈ രാജ്യത്തല്ല, വിദേശത്താണ്. അപ്പോൾ പ്രിയപ്പെട്ട, അവിടെയും ദുഷ്ടത നടക്കുന്നത്. അവിടെയും ദുഷ്ടത, ഇവളാണ് ദുഷ്ടത.
ഈ ദുഷ്ടത, അശുദ്ധി, മ്ലേച്ഛത, മലിനത, അതാണത്. അത് വ്യഭിചാരവും അതിൻ്റെ അശുദ്ധിയും ജഡമോഹവും ജഡത്തിൻ്റെ ആഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട സംഭാഷണങ്ങൾ, ചലനങ്ങൾ, ഡാൻസുകൾ, അതിൻ്റെ പാട്ടുകൾ, സിനിമകൾ, സീരിയലുകൾ, ബ്ലൂ ഫിലിമുകൾ എല്ലാം ഇതുമായിട്ട് വരും. പ്രിയപ്പെട്ടവരെ, ഇത് ദുഷ്ടതയാണെന്ന് കർത്താവ് പറയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുക? ഈ രീതിയിലുള്ള ദുഷ്ടത നിറഞ്ഞ എൻ്റെ ഹൃദയത്തെ 50 ദിവസത്തെ ഉപവാസം കൊണ്ട് മൊബൈൽ ഫോണിൻ്റെയോ അതിൻ്റെ മാസികകളോ ഇതിൻ്റെ ടെലിവിഷനുകളോ എന്നേക്കുമായിട്ട് 50 ദിവസമായിട്ട് ആദ്യമായിട്ട് 50 ദിവസമായിട്ട് മാറ്റി വയ്ക്കുക. 50 ദിവസം യേശുവേ, ഞാൻ അങ്ങയെ ഓർത്ത്, എൻ്റെ മരണത്തെ ഓർത്ത്, എൻ്റെ ആത്മാവ് അഗാധങ്ങളിലെ പാതാളക്കുഴിയിലേക്ക് വലിഞ്ഞ് താഴ്ന്നു പോകുന്നതിന് ആ ഭയത്തെ ഓർത്ത് അങ്ങനെ പോകാതിരിക്കുന്നതിന് വേണ്ടി, നിത്യജീവനിലേക്ക് എനിക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തം കൊണ്ട് യോഗ്യതയാൽ എനിക്ക് കിട്ടിയ നിത്യജീവൻ്റെ അപ്പത്തെ ഞാൻ സ്വീകരിക്കുന്നതിനെ ഓർത്ത്, ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങൾ എനിക്ക് കൗതാശലത്തൂടെ കുർബാനയിലൂടെ കിട്ടിയതിനെ ഓർത്ത്, എൻ്റെ കർത്താവിൻ്റെ വചനം എനിക്ക് നൽകിയതിനെ ഓർത്ത്, എന്നെ ശരീരത്തെ മരണത്തിൽ നിന്നും എടുത്തു മാറ്റി നിത്യജീവനിലേക്ക് കൊണ്ടുപോകാൻ തക്കവിധം കുരിശിൽ തൂങ്ങി മരിച്ച് എനിക്ക് വേണ്ടി ഉയർപ്പും നിത്യജീവനും വാഗ്ദാനം ചെയ്ത് വീണ്ടും വരുമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വരാൻ തയ്യാറായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തെ ഞാൻ ഉപേക്ഷിക്കുന്നു. 50 ദിവസം പറ്റുമോ പ്രിയപ്പെട്ടവരെ? ഇതാണ് കർത്താവ്. ഈ ദുഷ്ടതയുടെ കെട്ടുപൊട്ടിക്കുക, ഈ അശുദ്ധിയുടെ ഈ ഉപയോഗം എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കുക. ആദ്യം 50 ദിവസം ഉപവാസവും പ്രാർത്ഥനയായിട്ട് നിന്നു, അത് ഉപേക്ഷിച്ചു. പിന്നെ 50 ദിവസം കഴിഞ്ഞ് പെട്ടെന്നൊരു ധ്യാനത്തിന് പോയി നല്ലൊരു കുംഭസാരത്തിൽ ഒരുങ്ങി പരിശുദ്ധാത്മാവ് ഹൃദയത്തിലേക്ക് കടന്നു വന്നു. അപ്പോൾ ഞാൻ പറയുകയാണ്, അല്ലെങ്കിൽ ആ ധ്യാനം കൂടെ വ്യക്തി പറയുകയാണ്, ഞാൻ എന്നേക്കുമായിട്ട് ഈ ദുഷ്ടതയുടെ കെട്ടുപൊട്ടി എന്ന് പറഞ്ഞ് ഈ ദുഷ്ടത കാണുകയോ കേൾക്കുകയോ ചെയ്യുന്ന സ്വഭാവം എന്നിൽ നിന്നും എന്നേക്കുമായിട്ട് എടുത്തു മാറ്റുന്നു. ഈ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗങ്ങൾ, അല്ലെങ്കിൽ ഇത്തരം മ്ലേച്ഛമായ കാര്യങ്ങൾ കാണുന്ന മീഡിയകൾ എന്തുമായിക്കോട്ടെ, അതിന് പത്രമാസികളാവാം, മൊബൈൽ ഫോണാകാം, ലാപ്ടോപ്പുകളാകാം, കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റ് സംവിധാനങ്ങളാവാം, ടെലിവിഷനുകളാവാം, അല്ലെങ്കിൽ അത്തരം സംഭാഷണങ്ങളോ താല്പര്യമുള്ള ക്ലബ്ബുകളാകാം, അല്ലെങ്കിൽ അതിലുള്ള സംഭാഷണങ്ങൾ സായനം ഒരുക്കുന്ന വൈകിട്ടത്തെ കൂട്ടായ്മകളാവാം, എല്ലാം ഞാൻ ഉപേക്ഷിക്കും. എന്നേക്കുമായിട്ട് എൻ്റെ ക്രിസ്തുവിൻ്റെ നിത്യജീവനെ ഓർത്ത് ഞാൻ ഉപേക്ഷിക്കുന്നു. അങ്ങനെ എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കുവാൻ നീ എന്ന് തയ്യാറാകുന്നു, അതാണ് നിൻ്റെ ഹൃദയത്തിൻ്റെ ഉപവാസം, അതാണ് നിൻ്റെ ഹൃദയത്തിൻ്റെ വിശുദ്ധി, അതാണ് കെട്ടുകൾ പൊട്ടിച്ച ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ആ സ്വാതന്ത്ര്യം, ആത്മീയ സ്വാതന്ത്ര്യം നീ നേടിയാൽ നിൻ്റെ ശരീരം ഭൗതിക സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരും. ഭൗതിക സ്വാതന്ത്ര്യം നീ നേടിയാൽ നീ നിത്യജീവനെ സ്വന്തമാക്കാൻ നിനക്ക് സാധിക്കുമെന്നുള്ള ബോധ്യം നിൻ്റെ ഹൃദയത്തിൽ എന്നേക്കുമായിട്ട് ഉറച്ചിരിക്കും. പ്രിയ സഹോദരങ്ങളെ, അല്ലാതെ കുറച്ച് ദിവസം മുട്ട, മീൻ, ഇറച്ചി, മാംസം വീഴ്ച 50 ദിവസം വീഴിച്ചു. 51ാമത്തെ ദിവസം ഇതെല്ലാം കൂടെ വീടിയപ്പോൾ 2 കിലോ ഇറച്ചി മേടിച്ച് കഴിച്ചുകൊണ്ടിരുന്ന 8 കിലോ മേടിച്ചു, 2 കിലോ കോഴി മേടിച്ചോ 12 കിലോ കോഴി മേടിച്ചു, 2 കിലോ പന്നി മേടിച്ചോ 15 കിലോ പന്നി മേടിച്ചു. ഇതെല്ലാം കൂടെ വെട്ടിപ്പൊഴുകി ഒരൊറ്റ തീറ്റയും വൈകിട്ടൊരു കുടി, ഒരു കടപ്പ്, ഒരു വീഴ്ചയും പരിപാടി. എന്തൊരു കഥയാണ് പ്രിയ സഹോദരരെ! ഏത് ലോകത്താ ക്രിസ്ത്യാനി നീ ജീവിക്കുന്നത്? നീ തിന്നും കുടിച്ചും ഈ രീതിയിലുള്ള വിഡ്ഢിത്തം നിറഞ്ഞ ഉപവാസവും പ്രാർത്ഥനയായിട്ട് നീ മുന്നോട്ട് പോയാൽ നിനക്ക് നിത്യ പാതാളം പോലും കിട്ടില്ല. പാതാളത്തിന് ഏറ്റവും അഗാധം കിട്ടുള്ളൂ. പാതാളം ഉണ്ടോ എന്നൊക്കെ അന്നേരം അറിയാം. യേശുവിൻ്റെ 2ാമത്തെ വരേണ്ട യുദ്ധമൊക്കെ തുറക്കട്ടെ. പാതാളമുണ്ട്, സ്വർഗമുണ്ടൊക്കെ മനസ്സിലാക്കി തരും സർവശക്തനായ ദൈവം. ഇതൊക്കെ വെളിപ്പെടുത്തി തരിക തന്നെ ചെയ്യും. സകല ക്രിസ്ത്യാനികളും, സകല കത്തോലിക്ക സഭയും, കത്തോലിക്ക സഭ ഈ രീതിയിലുള്ള ക്ലാസ് എടുത്ത് ജനത്തെ ഒരുക്കേണ്ടടുത്ത് നാമമാത്രമായി പ്രിയപ്പെട്ടവരെ നമ്മളൊരല്പം ഇറച്ചി, മീനും, മുട്ടയൊക്കെ പാലും ഒരു 50 ദിവസത്തേന് മാറ്റി വെച്ച് തീർന്നു. സ്വോത്രം. ജനം വിചാരിക്കുക ഇറച്ചി, മീനും, മുട്ടയും കഴിക്കാതിരുന്നാൽ അന്ന് രാത്രി അവൻ ഇഷ്ടംപോലെ ബ്ലൂ ഫിലിം കാണും. സകല അശുദ്ധിയും മ്ലേച്ഛതയും സർപ്പത്തിൻ്റെ സംസാരവും അവൻ കാണുകയും ചെയ്യും, കിടക്കുകയും പിറ്റേ ദിവസം വന്ന് കുർബാനയും സ്വീകരിക്കും. കേട്ടോ, എന്തൊരു സന്തോഷമെന്നറിയോ? ക്രിസ്ത്യാനി എന്ന ഈ കപട മനുഷ്യരും ഈ കാപട്യ കത്തോലിക്ക സഭയും, കാപട്യത്തിൻ്റെ മുഖമുദ്രയായ കത്തോലിക്ക സഭ പഠിപ്പിക്കേണ്ടത് പഠിപ്പിക്കാതെയും പഠിപ്പിക്കേണ്ടാത്തത് പഠിപ്പിച്ചും ചെയ്യുന്ന ഈ കാപട്യം, ഇത് ദുഷ്ടതയാണ്. കർത്താവ് ശക്തമായ ഇപ്പോഴാണ് ദുഷ്ടത. കത്തോലിക്ക സഭ, നമ്മൾ സഭയെ അവളെന്ന് വിളിക്കാറുണ്ടല്ലോ. സഭ മാതാവ്, അവൾ, സഭ നമ്മൾ, അവൾ, സഭയെ അവളെന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ കത്തോലിക്ക സഭ അവളാരാണ്? അവൾ ദുഷ്ടതയാണ് അറിയിക്കുന്നത്. എന്താണ് സഭയ്ക്കുള്ളിൽ? സഭയ്ക്കുള്ളിൽ 100 കോടി ജനമാണ് വിചാരിക്കുക. 100 കോടിയുടെ ജനത്തിൻ്റെ കയ്യിലും 100 കോടി മൊബൈൽ ഫോണുമുണ്ട്, 100 കോടി ചീത്തപ്പടവും കാണുന്നുണ്ട്, 100 കോടി സർപ്പത്തിൻ്റെ സംഭാഷണം കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ ദുഷ്ടത കെട്ട് ആരാ പൊട്ടിക്കുക? ഉപവാസം 50 ദിവസത്തെ ഉപവാസം കൊണ്ട് പൊട്ടുമോ? പൊട്ടിയാൽ നിനക്കുള്ള സഹോദര, പൊട്ടിയാൽ നിനക്കുള്ള കത്തോലിക്ക സഭയെ, അത്രയോട് പറയാം. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ, ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, പത്രോസിൻ്റെ ലേഖനത്തിൽ പറഞ്ഞില്ലേ, എന്തെന്നാൽ
സമയം അടുത്തിരിക്കുന്നു, വിധിയുടെ സമയം അടുത്തി. വിധി. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഗാസയിലുള്ളവർ അല്ലെങ്കിൽ ഇസ്രായേൽക്കാർ ചിന്തിച്ചായിരുന്നോ 1200 പേരെ ഒറ്റയടിക്ക് കയറി വെടിവെച്ച് കൊന്ന് ഇസ്രായേൽക്കാരുടെ ഉറക്കം നഷ്ടപ്പെട്ടു? ഒറ്റ ദിവസം കൊണ്ട് മാർക്കറ്റിലെ സാധനങ്ങളെല്ലാം അവർ പെട്ടെന്ന് വാങ്ങി മാർക്കറ്റുകൾ കാലിയായി പോയി. ഒറ്റ ദിവസം കൊണ്ട് അവർ ബങ്കറുകളിൽ ഒളിച്ചു. അവരുടെ വലിയ നൈറ്റ് പാർട്ടികളും ഡാൻസുകളും ഒക്കെ നടന്ന് കടൽ തീരത്ത് ആനന്ദത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ഡാൻസും നൃത്തവും ചലനവും ഒക്കെ ആയിട്ടിങ്ങനെ ഞെളിഞ്ഞ് നിന്ന് നാമമാത്ര വസ്ത്രം ധരിച്ചുകൊണ്ടിരുന്നപ്പോൾ പുറകിൽ നിന്ന് വന്ന് വെടിവെച്ച് കൊല്ലുന്ന ആരെങ്കിലും വിചാരിച്ചായിരുന്നോ? വിചാരിച്ചിട്ട് കർത്താവ് ദുഷ്ടത കെട്ട് പൊട്ടിക്കും. ഇങ്ങനെ പൊട്ടിക്കും കർത്താവ്. കൊന്നു പൊട്ടിക്കും, നശിപ്പിച്ച് പൊട്ടിക്കും, അഗ്നി കൊണ്ട് കഴുകും. അത് കർത്താവ് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അഗ്നി അയക്കും, ഞാൻ മതിലിന്മേൽ അഗ്നി അയക്കുന്ന കർത്താവുണ്ട്. വിധിയുടെ കാലഘട്ടം വന്നിരിക്കുന്ന സമയത്ത്, യുഗങ്ങളുടെ അന്ത്യസമയത്താണ് നമ്മളുള്ളത്. അല്ലാതെ ഇനി ഒരു 2000 വർഷം മുന്നോട്ട് പോയി ഇനി കർത്താവ് വരും, ഈശോ സ്വർഗത്തിലേക്ക് പോയിട്ട് 2 ആഴ്ചയായിട്ടുള്ളൂ, ഇനി മടങ്ങി വരുമെന്ന് പറഞ്ഞാൽ പോയതിന് എന്നാ വരുന്ന ആർക്കും അറിയത്തില്ല. അവിടെ പേടിക്കാനൊന്നുമില്ല. ക്രിസ്തു ഒന്നും ഉടനെ വരാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചോണ്ടിരിക്കല്ല. യുഗങ്ങളുടെ അന്തിമഘട്ടം തമ്മിലാണല്ലോ വന്നിരിക്കുന്നത്. ഇത് തിന്മയുടെ യുഗമാണല്ലോ. എൻ്റെ ജനമേ അവളിൽ നിന്ന് ഓടിയകലിൻ. വെളിപാട് 18:4, വെളിപാട് 18:5 കർത്താവ് എന്നിരിക്കുന്നത് ആ വചനമെല്ലാം ഓർത്തുകൊണ്ട് വേണം നമ്മൾ പറയാൻ. അതുകൊണ്ട് സക്കറിയ പ്രവചന പുസ്തകം 5-ാം അധ്യായം 5-ാം തിരുവചനം മുതൽ വായിക്കുക. യെശയ്യാ പ്രവചന പുസ്തകം 58-ാം അധ്യായം അതിൻ്റെ 4-ാം തിരുവചനം മുതൽ 3-ാം തിരുവചനം മുതൽ വായിക്കുക. ഇത്രയും വായിച്ചു കഴിഞ്ഞതിന് ശേഷം വെളിപാടിൻ്റെ പുസ്തകം 13-ാം അധ്യായം 4-ാം തിരുവചനത്തിലേക്ക് വരിക. അതിനുശേഷം വെളിപാടിൻ്റെ പുസ്തകം 18-ാം അധ്യായം 3-ാം തിരുവചനം വായിക്കുക. വെളിപാട് 18:3. അവിടെ എന്താ വന്നിരിക്കുന്നത് കൂടെ ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ. അവിടെ വലിയ ഗുരുതരമായ ചില പ്രത്യാഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ 18-ലാണെങ്കിൽ പറയും, വെളിപാട് 18:3, അവൾ പിശാചികളുടെ വാസസ്ഥലവും അശുദ്ധവും ഭീവത്സവുമായ സകല പക്ഷികളുടെയും താവളമായി. അപ്പോൾ അവിടെ ദുഷ്ടതയാണ്. അശുദ്ധവും ഭീവത്സമായ സകല ദുഷ്ടതയുടെയും താവളമായി. അതിൻ്റെ പൈശാചിക ആത്മാക്കൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെന്ന് പറയുന്നത്. തലേദിവസം എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ മൊബൈൽ ഫോണിൽ കൂടെ, ലാപ്ടോപ്പിൽ കൂടെ, ടി വി കൂടെ കാണും. രഹസ്യമായിട്ട് കിടന്ന് എൻ്റെ മുറിയുടെ വാതിലടച്ച് കുറ്റിയിട്ട് ഞാൻ ഇഷ്ടം പോലെ കാണും. പിറ്റേ ദിവസം ഈ അശുദ്ധി മുഴുവൻ കണ്ടു പിറ്റേ ദിവസം രാവിലെ വന്നിട്ട് വിശ്രുബാന സ്വീകരിക്കും. കുമ്പസാരയിലും കുർബാനയില്ല. ഇനി കുമ്പസാരിച്ചാലും പിറ്റേ ദിവസം ഒന്ന് കുർബാന സ്വീകരിക്കും, അതിൻ്റെ പിറ്റേ ദിവസം ഒന്ന് കുർബാന സ്വീകരിക്കും, അതിൻ്റെ പിറ്റേ ദിവസം കുർബാന സ്വീകരിക്കും. തലേ രാത്രിയിൽ ആവശ്യമുള്ള ദുഷ്ടത മുഴുവൻ കാണും, പിറ്റേ ദിവസം വന്ന് കുർബാന സ്വീകരിക്കും. തലേ ദിവസം ഇഷ്ടമുള്ള ദുഷ്ടത മുഴുവൻ കാണും, പിറ്റേ ദിവസം വന്ന് കുർബാന സ്വീകരിക്കും. തലേ ദിവസം ഇഷ്ടമുള്ള എല്ലാ മ്ലേച്ഛതയും മാലിന്യവും അശുദ്ധിയും കാണും, പിറ്റേ ദിവസം വന്ന് കുർബാന സ്വീകരിക്കും. ഏതാ ക്രിസ്ത്യാനി, ഏതാ കത്തോലിക്ക സഭയെ, നമ്മുടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എവിടെയുള്ള പ്രിയപ്പെട്ട അച്ഛന്മാരെ മത്രന്മാരെ മറുപടി തരാനുണ്ടെങ്കിൽ തരണേ. എനിക്കത് നിങ്ങൾ ചോദിക്കാനുള്ളൂ. ഇതാ ഞാൻ പറയുന്നത്, സഭയുടെ പഠനങ്ങളിൽ, സഭയുടെ ഇന്നത്തെ നിലപാടുകളിൽ, സഭയുടെ ഇന്നത്തെ പഠനങ്ങളിൽ, ഇന്നത്തെ പ്രബോധനങ്ങളിൽ വലിയ വീഴ്ച വന്നതിൻ്റെ പരിണിത ഫലമാണ് സഭയുടെ നാശം. പഠനത്തെ, പ്രബോധനത്തെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഠിക്കണം. ആ രീതി പഠിച്ചൊരുങ്ങണം. വേറൊരു കൊട്ടത്താപ്പ് ജീവിതമല്ല നമുക്ക് ആവശ്യം. അതിന് കൃത്യമായ പ്രൊസീജിയേഴ്സ്, നിബന്ധനകൾ. സ്വർഗരാജ്യത്തിലേക്ക് ഒരു വ്യക്തിയുടെ പ്രവേശനം എങ്ങനെയാണെന്ന് വളരെ വ്യക്തമായിട്ട് വിശുദ്ധ ഗ്രന്ഥം എഴുതി വെച്ചിട്ടുണ്ട്. അല്ല പിന്നെ എന്തിനാ വിശുദ്ധ ഗ്രന്ഥം? പഠിക്കേണ്ടത് പഠിക്കാനും പഠിപ്പിക്കാനും നമുക്ക് ആളില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വായിച്ചെങ്കിലും പഠിക്കണം. അല്ലാതെ അന്ത്യവിധി എത്തിക്കഴിയുമ്പോൾ അയ്യോ രക്ഷിക്കണ അപ്പാ മേലിട്ട് നോക്കിയാന്ന് കേൾക്കുന്നൊരു ദൈവമല്ല. വിധിയാളനായിട്ടാണ് വരുന്നത്. വിധിക്കാൻ വേണ്ടി വരുന്നത്. പത്രോസിന്റെ പറഞ്ഞു, എന്തെന്നാൽ സമയം എടുത്തിരിക്കുന്നു, വിധിയുടെ സമയം വന്നു കഴിഞ്ഞു. അതുകൊണ്ട് സഭയിൽ നിന്ന് കിട്ടുന്ന പ്രബോധനങ്ങളും പഠനങ്ങളും നമുക്ക് ശുഷ്കവും ശൂന്യമാണ്. അത് വിശുദ്ധ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായിട്ട് കർത്താവ് എഴുതി വെച്ചാൽ വായിച്ചുകൊള്ളുക, പഠിച്ചുകൊള്ളുക, ഗ്രഹിച്ചുകൊള്ളുക, അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിച്ചുകൊള്ളുക. നമ്മൾ സഭയ്ക്ക് കിട്ടുന്നില്ലെങ്കിൽ വേണ്ട, പോട്ടെ. വചനമുണ്ടല്ലോ, ദൈവവചനമുണ്ടല്ലോ, വായിക്കുകയോ പഠിക്കുക. വായിക്കാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? യേശയ്യാപ്രവചനത്തിൽ കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞു, വായിക്കാൻ അറിയാവുന്നവൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ പറഞ്ഞത് വായിക്കാൻ പറ്റിയില്ല, മുദ്രിതമാണ്. വായിക്കാൻ അറിയത്തില്ലാത്തതിനെ കഴിയുമ്പോൾ എനിക്കിത് വായിക്കാൻ കഴിയില്ല എന്നാണ്. എന്നാൽ സകല മുദ്രയും നീക്കി ഇതാ ഇത്തരം ക്ലാസ്സുകൾ കൂടെയോ അല്ലെങ്കിൽ ഇതിന് തത്തുല്യമായ ക്ലാസ്സുകൂടെ മറ്റുള്ള വ്യക്തികളോ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ദൈവവചനത്തെ പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചിന്തിക്കുകയും ചെയ്ത് ഒരുങ്ങിയിരുന്നോ യേശുവിൻ്റെ വചനം. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു ക്ലാസ്സിൻ്റെ സൂചനകൾ കേട്ടത് ഞാൻ പറഞ്ഞുതരാം. ജനുവരി 2025 25ാം ആണ്ടിൻ്റെ മധ്യാഹ്നത്തോടു കൂടി ഇറാനുമായിട്ടുള്ളൊരു സംഘടനം ലോകം കാണുന്നു, പ്രതീക്ഷിക്കുന്നു എന്ന് സൂചന വന്നിട്ടുണ്ട്. വാർത്താമാധ്യമങ്ങൾ അങ്ങനെ സൂചിപ്പിച്ച് സംസാരിക്കുന്നുണ്ട്. എന്തായിരിക്കും അതിൻ്റെ പരിണിത ഫലം? 3ാം ലോക മഹായുദ്ധത്തിൻ്റെ 1ാം വെടി, 1ാം മണിമുഴക്കം എന്നാണ്. അത് ഘട്ടം ഘട്ടമായിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് കയറും. നമ്മുടെ വിദേശ ജോലികൾ നഷ്ടപ്പെടും. നമുക്ക് ബാങ്കിൽ കിട്ടിക്കൊണ്ടിരുന്ന പൈസ എന്നേക്കുമായിട്ടില്ലാതെയാവും. നമുക്ക് പണം കിട്ടാതെ വരുമ്പോൾ നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെടും.
നമുക്ക് ആഹാരം വാങ്ങാൻ പൈസയില്ല, അവർ മാർക്കറ്റുകൾ ക്രമേണ അപ്രത്യക്ഷമാകും. ഇതെല്ലാം ദുരന്തങ്ങളുടെ കെട്ടുകൾ ഓരോന്നായി 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 നമ്മുടെ അടുത്തേക്ക് എത്തുവാൻ ഏതാനും ചില കാലങ്ങളോ കാലഘട്ടങ്ങളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വെപ്രാളപ്പെട്ടിട്ടോ പതറിയിട്ടോ അസ്വസ്ഥപ്പെട്ടിട്ടോ അയ്യോ ഇനി ഞാൻ എന്ത് ചെയ്യും, ഇനി ഞാൻ എന്ത് ചെയ്യും, യാതൊരു വിധത്തിലും അസ്വസ്ഥപ്പെട്ടിട്ട് കാര്യമില്ല. ഇപ്പോൾ കർത്താവ് പറയാണ്, ഇപ്പോൾ ഈ ദുഷ്ടതയിൽ നിന്ന് ഓടിയെന്നുള്ള എൻ്റെ ജനമേ അവിടെ നിന്ന് ഓടിയകളയും. ക്രിസ്തുവിൽ ശരണപ്പെടുക, ക്രിസ്തുവിൽ ആഴപ്പെടുക. സഭയെ അതിനായി നമ്മൾ ഉപയോഗിക്കുക. നമ്മുടെ ആത്മരക്ഷയുടെ ഘടകങ്ങൾ എവിടെ നിന്ന് കിട്ടണം, സഭയിൽ നിന്ന് കിട്ടുന്നതിനൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആത്മരക്ഷയ്ക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ ആഴപ്പെട്ട് ധ്യാനമന്ത്രികളിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാസ്സുകളും ധ്യാനങ്ങളും നല്ല കുമ്പസാരങ്ങളും ഒക്കെ കിട്ടും. ആ രീതിയിൽ ഒരുങ്ങി കർത്താവിൻ്റെ വരനായിട്ട് ഒരുങ്ങിക്കൊള്ളുക. കാരണം ഇനി പെട്ടെന്ന് സംഭവിക്കാൻ പ്രിയപ്പെട്ട പെട്ടെന്ന് മിന്നൽ പിണർപോലെ ആയിരിക്കും മനുഷ്യത്തിനാഗമനം. അതിന് തത്തുല്യമായ വലിയ ദുരന്തങ്ങൾ, ഇപ്പം നമുക്കറിയാം, വലിയ മല പോലെ എന്തോ ഒന്ന് കടലിൽ നിബന്ധിക്കുന്ന ഞാൻ കണ്ടു. വെളിപാട് പുസ്തകത്തിൽ വചനമുണ്ട്, വലിയ മല പോലെ എന്തോ ഒന്ന് കടലിൽ നിബന്ധിക്കുന്ന ഞാൻ കണ്ടു. അതാണ് ശാസ്ത്രലോകം പറയുന്നത്. ശാസ്ത്രലോകം എന്താ പറയുന്നത്? ശാസ്ത്രം പറയുന്നത് വലിയ ഒരു ഉൽക്ക ഭൂമിയിലേക്ക് വരാനുണ്ട്, അത് അടുത്ത കാലഘട്ടത്തിൽ എത്തുന്ന, അത് എത്തുമെന്ന് വിശദീകരണത്തിൽ എഴുതിയിട്ടുണ്ട്. വളരെ വ്യക്തമായിട്ട് കർത്താവിന് എഴുതി വെച്ചിട്ടുണ്ട്, വ്യക്തമായിട്ട്. അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സംഭവിക്കാതിരിക്കില്ലല്ലോ. വലിയ മല പോലെ എന്തെന്ന് ഭൂമിയിൽ നിബന്ധിക്കുന്ന ഞാൻ കണ്ടു എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം സംഭവിക്കാനിരിക്കുന്ന ദുരന്തങ്ങളാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ മുന്നിൽ വന്ന് പെട്ട് കഴിയുമ്പോൾ, ഉദാഹരണം ഇപ്പോൾ നമ്മൾ മുല്ലപ്പെരിയാർ പെട്ടെന്ന് അങ്ങ് പൊട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ ഒറ്റ സെക്കൻഡ് കൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടു. അവരുടെ വീടുകളോ ഭവനങ്ങളോ പ്രദേശങ്ങളോ ഉണ്ടാവുകയില്ല പൊട്ടിയാൽ. നമ്മൾ പറഞ്ഞത് എന്ന് പറയുന്നതാണ് സംഭവം. വലിയ ദുരന്തങ്ങൾ പെട്ടെന്ന് സംഭവിച്ചോളെ. അവിടെ നമുക്ക് ഒരുങ്ങാനോ ഓടാനോ രക്ഷപ്പെടാനോ ഒന്നിനും സമയമോ സാഹചര്യമില്ല. നമ്മളടുത്ത് പെട്ടുപോയി കഴിഞ്ഞാൽ അഗാധങ്ങളിലേക്ക് നമ്മൾ ഇല്ലാതെയായി ശുഷ്കമായി പോകും. ഇതൊക്കെ നമ്മുടെ മുമ്പിൽ വരാനിരിക്കുന്ന സംഭവങ്ങളാണ് പ്രിയപ്പെട്ടവരെ. ഇവിടെ നമ്മൾ എന്തായാലും എവിടെയായാലും രക്ഷിക്കപ്പെടുന്നതിനും സംരക്ഷിക്കപ്പെടുന്നതിനും മരിച്ചാൽ നമ്മുടെ ആത്മാവ് നിത്യഭാഗ്യത്തിലേക്ക്, നിത്യജീവനിലേക്ക്, സ്വർഗീയ മഹത്വത്തിലേക്ക് പ്രവേശിക്കത്തക്ക വിധം ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും അശുദ്ധിയുടെയും മ്ലേച്ഛതയുടെയും അശുദ്ധിയുടെ മേഖലയിൽ നിന്ന് നമ്മുടെ ആത്മാവിനെ, ശരീരത്തെ, മനസ്സിനെ വലിച്ചു പറിച്ചു മാറ്റി എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ച് വലിച്ചെറിഞ്ഞ് ക്രിസ്തുവിൻ്റെ കൂടെ ഐക്യപ്പെട്ട് ക്രിസ്തുവിൻ്റെ തിരത്ത് കൊണ്ട് കഴുകപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ എന്നേക്കുമായിട്ട് രക്ഷപ്പെടും. എന്നേക്കുമായിട്ട് രക്ഷ നമുക്ക് ഇവിടെ കിട്ടും. അതാണ് നമുക്ക് ആവശ്യം. 50 ദിവസം കൊണ്ട് തീരാനുള്ളതല്ല, 500 ദിവസം കൊണ്ട് തീരാനുള്ള, 5000 ദിവസം കൊണ്ട് തീരാനുള്ളതാണ് നമ്മുടെ ഉപവാസം. 5000 ദിവസത്തെ ഉപവാസം നമ്മൾ പ്രഖ്യാപിക്കണം. എൻ്റെ ആത്മാവിനോട് ഞാൻ പറയണം, എൻ്റെ ആത്മാവെ, നിന്നെ ഞാൻ 5000 ദിവസത്തെ ഉപവാസത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. ഞാൻ 5000 ദിവസമാണ് ഉപവാസം നിൽക്കുന്നതെന്ന് എനിക്ക് എന്നോട് പറയാൻ ധൈര്യമുണ്ടോ, ചങ്കൂറ്റമുണ്ടോ? നീ നിത്യജീവൻ യോഗ്യനാണ്. അല്ലാതെ 50 ദിവസം കൊണ്ട് തീർന്നു, പിറ്റേ ദിവസം സകല അർമാദിക്കലും സകല കൂത്താട്ടങ്ങളും ഇഷ്ടം പോലെ. ഞാൻ കണ്ടുകൊണ്ട് കാണുന്ന ഒരു മരിച്ചു വീട്ടിൽ പോയാലത്തെ അവസ്ഥ, ഒരു കല്യാണ വീട്ടിൽ പോയ അവസ്ഥ. പല കല്യാണ വീട്ടിലും പോകാറില്ല, കാരണം ആഭാസം കണ്ട് മടുത്തു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, അത്രമാത്രം മ്ലേച്ഛമായി പോയി നമ്മൾ സോദോം ഗോമോറ പുനഃസ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓർത്തോണം, ലോത്തിൻ്റെ നാളിൽ സംഭവിച്ചതെങ്ങനെയോ അങ്ങനെ തന്നെയായിരിക്കും മനുഷ്യത്തിനാകും ദിവസങ്ങളിലും. നോഹയുടെ ദിനങ്ങളിൽ സംഭവിച്ചെങ്ങനെയോ അങ്ങനെ തന്നെയായിരിക്കും മനുഷ്യത്തിന് ദിവസം. നമ്മൾ ലോത്തിൻ്റെ നാളുകളിലേക്ക് നടന്നെടുക്കുകയാണ്. നോഹയുടെ ദിവസങ്ങളിലേക്ക്, കാലഘട്ടത്തിലേക്ക് സഭയും ലോകം നടന്നെടുക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന എന്തോ, അന്ന് സംഭവിച്ചെന്തോ അതിൻ്റെ തനി ആവർത്തനം ഇനിയും സംഭവിക്കും. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2ാം വരവിനായിട്ട് വളരെ ശക്തമായിട്ട് ഈ ഉപവാസത്തിൽ, ഈ 50 ദിവസത്തെ ഉപവാസവും പ്രാർത്ഥനയും ആത്മാർത്ഥത നിറഞ്ഞാകട്ടെ, സത്യസന്ധത നിറഞ്ഞാകട്ടെ, വിശുദ്ധി കൊണ്ട് നിറഞ്ഞാകട്ടെ, ജ്ഞാനം കൊണ്ട് അഭിഷേകം ചെയ്യപ്പെട്ടാകട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി ദാഹിക്കുന്നവർ ആത്മാവിൻ്റെ ഹൃദയത്തിൻ്റെ തുടിപ്പായിട്ട് മാറണം ഈ 50 ദിവസം. കാരണം അടുത്ത വർഷം നമുക്ക് 50 ദിവസം ഞാൻ നോയമ്പ് ഇതിനേക്കാൾ നിന്നുകൊള്ളാം എന്ന് ചിന്തിക്കാൻ സമയമില്ല. അതാണ് മെയിൻ പ്രശ്നം. പറയപ്പെടുക അടുത്ത കൊല്ലം ഞാൻ ഒരുങ്ങിക്കൊള്ളാം, അല്ലെങ്കിൽ അടുത്ത കൊല്ലത്തേന് ഞാൻ ഈ മൊബൈൽ ഫോണും ഇതെല്ലാം മാറ്റിക്കൊള്ളാം, ഞാൻ ഒരു വർഷം കഴിയുമ്പോൾ ഞാൻ ശക്തമായിട്ട് ഒരുങ്ങിക്കൊള്ളാം, ഈ ഒരു വർഷം കൂടി ഉള്ളൂ എന്ന് കാഴ്ചപ്പാടല്ല. ഈ 50 ദിവസത്തെ നോമ്പ് ഇതെനിക്ക് സഭ വെച്ച് തന്ന ഒരു നന്മയായിട്ട്, അതൊരു ഒരുക്കമായിട്ട് ഇതിനെ കാണാൻ പഠിക്കണം, കണ്ട് നമ്മൾ എടുക്കണം. ഈ അവസരത്തെ നമ്മൾ മുതലാക്കണം. എന്നിട്ട് 50 ദിവസത്തെ ശക്തമായ ഒരുക്കത്തിന് നമുക്ക് തൻ്റെയോടും ധൈര്യമുണ്ടെങ്കിൽ കർത്താവിൻ്റെ കൂടെ ആയിരിക്കാം പ്രിയ സഹോദരങ്ങളെ. മരിച്ചാലും കർത്താവിന് കൂടെ, ജീവിച്ചാലും കർത്താവിന് കൂടെ. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകം കർത്താവ് പറഞ്ഞിട്ട്, ഇപ്പോൾ മുതൽ കർത്താവിൽ മൃതിയടയുന്ന ഭാഗ്യവാന്മാർ. ഞാൻ എൻ്റെ ക്ലാസ്സിൽ പലപ്പോഴും പറഞ്ഞിട്ടുള്ള വചനമാണ്. ഇപ്പോൾ മുതൽ കർത്താവിൽ മൃതിയടയുന്ന ഭാഗ്യവാന്മാർ. ആ ഭാഗ്യം, അതാണ് നിത്യജീവൻ, നിത്യത.
എപ്പോൾ മരിച്ചാലും എപ്പോൾ ഈ ലോകത്ത് കിടന്നുവല്ലോ കർത്താവിൽ മൃതിയടയുക എന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മാവ് കർത്താവിൽ നിന്ന് വന്നു, ആ ആത്മാവ് കർത്താവ് എന്നെ സ്വീകരിക്കുന്നു. അപ്പം ഞാൻ കർത്താവിൽ, കർത്താവ് എന്നിൽ. പിന്നെ മരിച്ചാലെന്ത്, ജീവിച്ചാലെന്ത്. അത്രമാത്രം ധൈര്യവും ഉറപ്പും വേണം നമുക്ക് നിത്യജീവനെക്കുറിച്ച്. കാരണം വലിയ സഹനങ്ങളിലൂടെ കടന്നു പോകേണ്ട കാലഘട്ടം വന്നുമ്പോൾ നമ്മൾ പതറിപ്പോവും, നമ്മൾ അസ്വസ്ഥപ്പെടും. പക്ഷേ മുൻകൂട്ടി ഇതെല്ലാം കണ്ടുകൊണ്ടുള്ള ജീവിതത്തെ നമ്മൾ ഒരുക്കി വെച്ചാൽ നമുക്ക് എന്തിനു ഭയപ്പെടാനുണ്ട്? മരിച്ചാൽ മരിക്കട്ടെ, ക്രിസ്തുവിൻ്റെ കൂടെ മരിക്കാം. ആ ഒരു അവസ്ഥയിലേക്ക് രൂപാന്തരപ്പെടാൻ എൻ്റെ ആത്മാവിനെ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ഭയപ്പെടണ്ട. പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ പതിയമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം നമ്മുടെ ആത്മാവിൽ നിറയുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജ്ഞാനം, ആ ജ്ഞാനത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, അഭിഷേകം, നിറവ് എന്നിൽ നിറയുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയുടെ സന്തോഷം, അഗ്നിയുടെ അഭിഷേകം, അഗ്നിയുടെ ജ്ഞാനം, ആ അതീന്ദ്രിയ ജ്ഞാനം, ആത്മജ്ഞാനത്തിൻ്റെ ഏറ്റവും ഉന്നതമായ കാഴ്ചപ്പാടിലെത്തുവാൻ എൻ്റെ ആത്മാവിനെ പ്രാപ്തമാക്കുവാൻ സർവശക്തനായ ക്രിസ്തു പരിശുദ്ധാത്മാവ് നമ്മളെ എടുത്തുപയോഗിക്കുമാറാകട്ടെ. ആമേൻ.